ശ്രീ മോഹൻ വർഗീസ്, ഇപ്പോൾ ഈ മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ചില ആശങ്കകളൊക്കെ മുന്നോട്ട് വയ്ക്കുകയാണ്. ഫെഡറലിസത്തെ തകർക്കാൻ പോകുന്ന നയങ്ങൾ അതിൽ ഉണ്ട്. കേന്ദ്ര സർക്കാർ അത്തരത്തിലാണ് ഈ സൗത്തും നോർത്തും തമ്മിൽ വലിയൊരു വിഭജനം, അല്ലെങ്കിൽ ചെറിയ സംസ്ഥാനങ്ങൾ തമ്മിൽ വലിയൊരു വിഭജനം വരുന്ന രീതിയിൽ ഫെഡറലിസത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന ഒരു സമീപനം കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുന്നു എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. പക്ഷേ അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ പാർലമെന്റിൽ പറഞ്ഞ കാര്യം, ഇതിൽ ഒരാൾക്കും ഒരു ക്ഷീണവും വരുന്ന പ്രശ്നമില്ല എന്നാണ് അദ്ദേഹം പാർലമെന്റിലെ പ്രസംഗത്തിൽ കൃത്യമായി വ്യക്തമാക്കിയത്. എങ്ങനെയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ താങ്കൾ ഈ പ്രശ്നത്തെ കാണുന്നത്? ഇവിടെ പ്രതിപക്ഷത്തിന് ന്യായമായ ചില ആശങ്കകളുണ്ട്. അത് ഒരു ഫെഡറൽ ഡിസ്കോഴ്സിൻ്റെ രൂപത്തിൽ അവർ അത് പല ആവർത്തി അത് ഉന്നയിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീ എം കെ സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ കക്ഷികളുടെ ചില മുഖ്യമന്ത്രിമാരും ചില നേതാക്കന്മാരും 13 പാർട്ടികളും ഒരുമിച്ച് ചെന്നൈയിൽ ചേർന്നത്. അതെല്ലാം അതിൻ്റെ അവരുടെ കൺസേണാണ്. അവർ പറയുന്നത്, കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പറയുന്നത്, ഇതൊരു ഡെമോക്രസിൻ്റെ സ്വാഡ് പോലെ, ഡെമോക്രസിൻ്റെ വാള് പോലെ മണ്ഡല പുനർനിർണയം ദക്ഷിണ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ മേൽ തൂങ്ങിക്കിടക്കുകയാണ്. അതിന് ഉപോത്ബലകമായി ഒരുപിടി നമ്പേഴ്സ് പറയുകയാണ്. നമുക്കറിയാമല്ലോ, ജനാധിപത്യം ഒരു നമ്പേഴ്സ് ഗെയിമാണ്. ആ നമ്പേഴ്സ് അനുസരിച്ചാണ് പ്രാതിനിധ്യ ജനാധിപത്യത്തിൻ്റെ ഘടനകൾ സൃഷ്ടിക്കപ്പെടേണ്ടത്. അതൊരു വശം. അപ്പോൾ ഭരണഘടനയുടെ കാതലായൊരു പ്രിൻസിപ്പിളാണ് ഡെമോക്രസി. പ്രിയാമ്പിളിൽ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് എന്ന് വ്യക്തമായി പറയുന്നു. അപ്പോൾ ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഭരണഘടനയുടെ ഇതാണ്. അപ്പോൾ അത് തന്നെ പ്രാതിനിധ്യ ജനാധിപത്യമാണ്. നോക്കൂ, നമുക്ക് ഈ അവസാന സെൻസസ് അനുസരിച്ചുള്ള, അതായത് അവസാന സെൻസസ് അല്ല, അവസാന മണ്ഡല പുനർനിർണയം നടത്തിയപ്പോൾ ഇന്ത്യയുടെ ജനസംഖ്യ 543 കോടിയായിരുന്നു. അതുകൊണ്ടാണ് 10 ലക്ഷം പേർക്ക് ഒരു പ്രതിനിധി എന്ന നിലയിൽ 1977 പൊതുതെരഞ്ഞെടുപ്പിൽ അങ്ങനെയായിരുന്നു അതിൻ്റെ കണക്ക്. 1976 ആ ഒരു തീരുമാനമനുസരിച്ച് നമുക്ക് 543 ലോക്സഭാ മണ്ഡലങ്ങൾ. അത് അതേപടി തുടരുകയാണെങ്കിൽ, അതേ പ്രാതിനിധ്യം 10 ലക്ഷം പേർക്ക് ഒരാളെന്ന നിലയിൽ തുടരുകയാണെങ്കിൽ ഇന്ന് യഥാർത്ഥത്തിൽ 144 കോടി ജനമാണുള്ളത്. അപ്പോൾ 1440 ലോക്സഭാ മണ്ഡലങ്ങൾ ഉണ്ടാകണം. അതാണ് ഉണ്ടാകേണ്ടത്. ഇനി അതല്ല, കുറച്ചുകൂടി യാഥാർത്ഥ്യ ബോധത്തോടു കൂടി 20-25 ലക്ഷം പേർക്ക് ഒരു പ്രതിനിധി എന്ന രൂപത്തിലാണെങ്കിൽ പോലും അവിടെ ഒരു പാരിറ്റി ഉണ്ട്. അപ്പോൾ ജനസംഖ്യ ആനുപാതികമായിരിക്കണമല്ലോ, അല്ലെങ്കിൽ അവിടെ ജനാധിപത്യ തത്വം അവിടെ നിലവിൽ വരില്ല. അപ്പം അങ്ങനെയെങ്കിലും ഉത്തർപ്രദേശിനും ബീഹാറിനും മധ്യപ്രദേശിനും രാജസ്ഥാനും വലിയ തോതിലുള്ള പാർലമെൻറ്റ് അംഗങ്ങളുടെ എണ്ണം കൂടുകയും കേരളത്തിൽ അത് അതുപോലെ തന്നെ നിൽക്കും. കാര്യമായ വ്യത്യാസമുണ്ടാവില്ല. പക്ഷേ ഉത്തർപ്രദേശിൻ്റെ ഒരു ജനസംഖ്യയിൽ വലിയ വർധനയുണ്ടായി. അവിടുത്തെ ഒരു ഫെർട്ടിലിറ്റി റേറ്റ് 2.2 സ്ത്രീ പുരുഷനും ചേർന്ന് 2 എന്നതിന് 2.2 2.2. ബീഹാറിൽ അത് 3. അങ്ങനെയെങ്കിൽ വളരെ വലിയ തോതിലാണ് മണ്ഡലങ്ങളുടെ എണ്ണം കൂടുന്നത്. ദക്ഷിണേന്ത്യയിൽ കുറച്ചുകൂടി ജനസംഖ്യാ നിയന്ത്രണം, പ്രതിപക്ഷങ്ങൾ പറയുന്നത് ശരി തന്നെയാണ്, ജനസംഖ്യാ നിയന്ത്രണം കുറച്ചുകൂടി കാര്യക്ഷമമായി. ശ്രീ ഡോക്ടർ മോഹൻ വർഗീസ്, ആ ജനസംഖ്യാ വർധനവ് ഇൻക്ലൂസീവായി പരിശോധിക്കുമ്പോൾ ചില വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെടുന്നവർ, പ്രത്യേക സമുദായത്തിൽപ്പെടുന്ന ആളുകൾക്കിടയിൽ ജനസംഖ്യാ വർധനവ് കാര്യക്ഷമമായി ഉയർന്നിട്ടുണ്ട്. അതിൻ്റെ കണക്കുകളൊക്കെ നമ്മുടെ മുന്നിൽ ഉള്ളതാണ് താനും. അപ്പോൾ നോക്കുമ്പോൾ പോലും ഈ പറയുന്ന പോലെയുള്ള ഒരു രാഷ്ട്രീയ വിവേചനം, അല്ലെങ്കിൽ ഇവർ ഭീതിപ്പെടുന്നത് പോലെ ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു സംശയമുണ്ട്. അത് ശരിയാണ്. ഇതിനകത്ത് സബ് സ്ട്രേറ്റ എടുത്തു നോക്കുമ്പോൾ ചില പ്രത്യേക മതവിഭാഗങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിൽ വലിയ തോതിലുള്ള ജനസംഖ്യാ വർധന ദക്ഷിണേന്ത്യയിലും ഉണ്ടായിട്ടുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. പക്ഷേ സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ നമ്മുടെ ഫെഡറലിസത്തിന് അതൊരു ജനസംഖ്യയുടെ കാര്യമാണ് ഞാൻ ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിളായിട്ട് പറഞ്ഞത്. മറുവശത്ത് ഫെഡറൽ തത്വങ്ങൾ കൂടി സംരക്ഷിച്ചുകൊണ്ട് വേണം ഭരണഘടന മുന്നോട്ട് പോകേണ്ടത്. കാരണം ഭരണഘടനയെ അതിൻ്റെ സമഗ്രതയിൽ കാണുന്നതിന് ഫെഡറലിസവും നമുക്ക് ആവശ്യമാണ്, അതേപോലെ തന്നെ ജനാധിപത്യവും ആവശ്യമാണ്. ഒന്ന് മറ്റൊന്നിൻ്റെ മേൽ കരിനിഴൽ വീഴിക്കരുത് എന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രോപ്പർ വിഷയമാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഫെഡറലിസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കൂ, അമേരിക്കയിലെ ഒരു ഫെഡറലിസം, അതാണല്ലോ അൾട്ടിമേറ്റ് മോഡലായി പലരും പറയുന്നത്. അവിടെ സ്വതന്ത്ര പരമാധികാര 13 രാജ്യങ്ങൾ, അതായത് ബ്രിട്ടനിൽ നിന്നും പൂർണ്ണ സ്വാതന്ത്ര്യം പ്രാപിച്ച 13 രാജ്യങ്ങൾ ഒരു പ്രത്യേക കർമ്മ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ കോൺഫെഡറസി രൂപീകരിക്കുകയും പിന്നീട് അത് അമേരിക്കൻ ഫെഡറേഷനായി 50 സംസ്ഥാനങ്ങളായി അവ തമ്മിൽ വേർതിരിവുകളില്ലാതെ സെനറ്റിൽ തുല്യ പ്രാതിനിധ്യം, ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് പ്രാതിനിധ്യത്തിന് വ്യത്യാസമുണ്ടെങ്കിൽ പോലും അത് 1913 മുതൽ
ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിൻ്റെ അതായത് അധോമണ്ഡലത്തിൻ്റെ അംഗസംഖ്യ സ്ഥിരമായി നിർത്തിയിരിക്കുന്നു. അടിക്കടിയുള്ള ജനസംഖ്യാ വർധന അനുസരിച്ചുള്ള മാറ്റങ്ങളില്ല. 9 കോടി ജനമുണ്ടായിരുന്ന അമേരിക്കയിൽ അന്ന് 1913 നടത്തിയ ആ ഒരു പുനഃസംഘടനയ്ക്ക് ശേഷം ഇന്നേ വരെ ആ നമ്പറിൽ മാറ്റമുണ്ടായിട്ടില്ല. അങ്ങനെയാണ് അമേരിക്ക ആ ഒരു ഫെഡറൽ പാരിറ്റി കാത്തു സൂക്ഷിച്ചത്. പക്ഷേ ഇന്ത്യയുടെ പൊളിറ്റിക്കൽ സോഷ്യൽ ഫോർമേഷൻ അങ്ങനെ ആയിരുന്നില്ല. അതുകൊണ്ടാണ് ഫെഡറലിസം എന്ന വാക്ക് പൂർണ്ണമായ അർത്ഥത്തിൽ ഭരണഘടനയിൽ ഉപയോഗിച്ചിട്ടില്ല. അത് ബോധപൂർവം ഉപയോഗിക്കാതിരുന്നതാണ്. അതിനർത്ഥം ഇന്ത്യൻ ഭരണഘടനയുടെ 1-ാമത്തെ ആർട്ടിക്കിളിൽ കാണുന്ന ഒരു ഫ്രേസ് എന്ന് പറയുന്നത് ഇന്ത്യ അതർവൈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് ദ സ്റ്റേറ്റ്സ്. സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ. ഭാഷാടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിക്കപ്പെട്ട സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ എന്ന നിലയിലാണ്. പൂർണ്ണ അർത്ഥത്തിൽ അത് ഫെഡറൽ ആകുന്നില്ല. അതുകൊണ്ട് ഫെഡറൽ ഇൻ സ്പിരിറ്റ് ബട്ട് യൂണിറ്ററി ഇൻ ഇഫക്റ്റ്. ഇതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഭരണഘടന. ആ ഒരു യൂണിറ്റേറിയൻ ഫീച്ചറാണ് ഇവിടെ കയറി വരുന്നത്. അവിടെ ഫെഡറലിസം ദക്ഷിണേന്ത്യയെക്കുറിച്ചാണല്ലോ പരാതി പറയുന്നത്. അവിടെ കേരളത്തിന് 20 ലോക്സഭാ മണ്ഡലങ്ങൾ, തമിഴ്നാടിന് 39, ആന്ധ്ര അവിഭക്ത ആന്ധ്ര തെലങ്കാന റീജ്യൻ 42, കർണാടകയ്ക്ക് 28, എല്ലാം കൂടെ ചേർന്ന് 130-ലധികം മണ്ഡലങ്ങളാണ് ദക്ഷിണേന്ത്യയിൽ. അതിനർത്ഥം ദക്ഷിണേന്ത്യയിലെ പ്രാതിനിധ്യം ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ അധോമണ്ഡലമായ ലോക്സഭയിൽ ഏതാണ്ട് 4/1 അടുപ്പിച്ച് വരും. 23% വരും. അത് പുനഃസംഘടിപ്പിക്കപ്പെട്ടാൽ പ്രൊറൈറ്റ് അടിസ്ഥാനം എങ്ങനെ കണക്ക് കൂട്ടിയാലും പുനഃസംഘടിപ്പിക്കപ്പെട്ടാൽ തീർച്ചയായും ദക്ഷിണേന്ത്യയുടെ പ്രാതിനിധ്യം 23% നിന്നും 16, 17, 18% അത് കുറയുകയും ഉത്തരേന്ത്യയുടെ പ്രാതിനിധ്യം കൂടുകയും ചെയ്യും. ഉത്തർപ്രദേശിൽ ഫോർ എക്സാമ്പിൾ ഉത്തർപ്രദേശിൽ 80 സീറ്റുകളാണുള്ളത്. അത് ജനസംഖ്യ ആനുപാതികമായി പുനഃസംഘടിപ്പിച്ചാൽ ഏത് പ്രൊപ്പോർഷൻ നോക്കിയാലും നിലവിലുള്ള 543 എന്ന സംഖ്യ നിലനിർത്തിക്കൊണ്ട് ആണെങ്കിൽ പോലും കേരളത്തിൻ്റെ എണ്ണം കുറയുകയും UPയുടെ എണ്ണം കൂടുകയും ചെയ്യും. ഇനി അങ്ങനെയല്ല, കേരളത്തിൻ്റെ എണ്ണം 20 നിജപ്പെടുത്തി മൊത്തത്തിൽ പുനഃസംഘടിപ്പിക്കുക എങ്കിൽ പോലും ഉത്തർപ്രദേശിന്റെ ആനുപാതിക പ്രാതിനിധ്യം എണ്ണത്തിന്റെ കാര്യത്തിൽ കൂടും. അപ്പോൾ അതെപ്പോഴും ആ എണ്ണം ഒക്കെ ഇപ്പോഴും അതുപോലെ തന്നെയല്ലേ നിലനിൽക്കുന്നത്? അതെ, അതിൽ ഞാൻ അങ്ങയിലേക്ക് എത്താം ഡോക്ടർ മോഹൻ വർഗീസ്.